5 വർഷത്തിന് ശേഷമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ എപ്പോഴും ജനങ്ങളുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞത് 5 വർഷവും MLA എന്ന നിലയിൽ എപ്പോഴും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. മന്ത്രി എന്ന നിലയിലുള്ള കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു ഗവൺമെന്റിന്റെ ഭാഗമായി മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു. അത് ധനകാര്യ വകുപ്പ് എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളിലും കയ്യെത്തേണ്ട കണ്ണെത്തേണ്ട ഒരു വകുപ്പാണ്. കേരളത്തിന് ഏറ്റവും അഭിമാനകരമായി മുന്നോട്ട് പോകാൻ ഓരോ വീടുകളിലും ക്ഷേമ പെൻഷനും തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ സ്ത്രീ സുരക്ഷാ പദ്ധതിയും ആശാ അംഗൻവാടി തുടങ്ങിയ മേഖലയിലെ അവരുടെ വരുമാനവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻകാരുടെ DA DR ഇതെല്ലാം ഓരോ വീട്ടിലും എത്തുമ്പോൾ ആ വീടുകളിലുണ്ടാവുന്ന സന്തോഷത്തിൽ, നാടിലുണ്ടാവുന്ന സാമ്പത്തിക പുരോഗതിയിൽ അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും പകർന്നു കിട്ടുന്ന ഒരാളാണ് ധനകാര്യമന്ത്രി. കാരണം ഇതെല്ലായിടത്തും ഈ കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം അടച്ചുപൂട്ടി പോകുമെന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷമായിരുന്നു കേരളത്തിൽ. ഖജനാവ് അടച്ചുപൂട്ടെന്ന് പറഞ്ഞു. അതൊന്നുമില്ല. ആ പ്രവർത്തനം നടത്തുന്നതിനൊപ്പം ഈ കൊട്ടാരക്കരയിലെ എല്ലാ മേഖലയിലും എല്ലാവരുടെ ഒപ്പം നിരന്തരമായി ഉള്ള ഒരാളെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഞങ്ങളെന്നും ഈ ജനങ്ങളുടെ ഒപ്പമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നല്ല പിന്തുണ കിട്ടും. എല്ലാ സ്ഥലത്തുനിന്നും പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഞങ്ങളുടെയും വിജയ